ഡിസംബർ 21 അന്താരാഷ്ട്ര ധ്യാന ദിവസമായി പ്രഖ്യാപിച്ച് ഐക്യരാഷ്ട്രസഭ. ധ്യാന ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധയിടങ്ങളിലും ധ്യാന പരിശീലനം നടന്നു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ഡിസംബർ 21 അന്താരാഷ്ട്ര ധ്യാന ദിവസമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. ധ്യാന ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിലുള്ള ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ആത്മീയാചാര്യൻ ശ്രീ രവിശങ്കർ ധ്യാനം നയിച്ചു. ധ്യാനം പരിശീലിക്കുന്നതിലൂടെ മനസ്സിന് തികഞ്ഞ ശാന്തിയും ബുദ്ധിവികാസവും ലഭിക്കുമെന്നതുകൊണ്ട് യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ പ്രയോജനം ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അഭിനന്ദനാർഹമാണെന്നും ശ്രീ രവിശങ്കർ അഭിപ്രായപ്പെട്ടു. My dear ones and all those who have joined us from everywhere else in the world and your excellencies, today is a day which all the meditation teachers around the world, along the timeline, would be rejoicing. Because after every meditation, the one wish any meditator has is, may the world be happy. May everyone be happy. In Sanskrit we say, Loka Samasta Sukhino Bhavantu. കഴിഞ്ഞ 43 വർഷങ്ങളായി 180-ലേറെ രാഷ്ട്രങ്ങളിൽ ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ രവിശങ്കറിന്റെ ആഹ്വാനപ്രകാരം ധ്യാന പരിശീലനം നടന്നുവരികയാണ്. ഇത് കണക്കിലെടുത്താണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നും രവിശങ്കറിന് പ്രത്യേക ക്ഷണം ലഭിച്ചത്. അന്താരാഷ്ട്ര ധ്യാന ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ചരിത്ര പ്രാധാന്യമുള്ള പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ധ്യാന സംഗമം നടത്താൻ ആർട്ട് ഓഫ് ലിവിംഗ് കേരള അപെക്സ് ബോഡി തീരുമാനിച്ചിരുന്നു. കൂടാതെ 500-ലധികം ആർട്ട് ഓഫ് ലിവിംഗ് കേന്ദ്രങ്ങളിലും ധ്യാന സംഗമം നടന്നു. ജില്ലയിൽ പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല, ബേക്കൽ കോട്ട, കാസർഗോഡ് സബ് ജയിൽ, ഹോസ്ദുർഗ് കോടതി, കാസർഗോഡ് CPCRI, ചീമേനി തുറന്ന ജയിൽ, NSS ക്യാമ്പുകൾ എന്നിവിടങ്ങളിലാണ് ധ്യാനം നടന്നത്. 8.5 കോടിയിലധികം ജനങ്ങൾ ഒരേ സമയം ധ്യാനത്തിൽ പങ്കുചേർന്നതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാൻ ഇടയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.